ബഹുമാനമുള്ളവരെ, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സാധാരണ മുഷാവറ യോഗമാണ്. മുഷാവറിനോട് ബന്ധപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട അതിൻ്റെ പോഷക സംഘടനകളോട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയ യോഗമാണ്. അത് നല്ല നിലയ്ക്ക് ചർച്ച ചെയ്തു, അത് അവസാനിപ്പിച്ചു. പിന്നെ സമസ്ത അത്രമാത്രം സമസ്ത ജമിയത്തുൽ ഉലമയിൽ ഒരാളുടെ ഒരു മെമ്പർ മരണ കാരണമായിട്ട് ഒരാളെ നികത്തേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ചു. സംഘടനാപരമായ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചു. അതോടുകൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഞാൻ മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, ആരും മൂപ്പര മുടക്കിയതല്ല. അങ്ങനെ മുടക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. മൂപ്പര് അസ്വസ്ഥനായതുകൊണ്ട് മൂപ്പര് പോയി. മൂപ്പര് പ്രായമുള്ള ആളാണ്, എന്നെക്കാട്ടിയൊക്കെ ഒരുപാട് പ്രായമുണ്ട്, തങ്ങളെക്കാട്ടി പ്രായമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു കുറേ പ്രായമുള്ള ആളാണ്. മൂപ്പര് അസ്വസ്ഥനായതുകൊണ്ട് മൂപ്പര് പോയി എന്നുള്ളതാണ്. അല്ലാതെ ലീഗിന് ആരെങ്കിലും ഇടപെട്ട് മുടക്കേണ്ട ഒരു സംഗതിയാണോ അല്ലെങ്കിൽ ഒരു സംഘടനയാണോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്? ഒരാൾക്കും ഇടപെട്ടുകൊണ്ട് മുടക്കാൻ പറ്റില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഈ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള ഒരു നേതൃത്വ നിലയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ആരെങ്കിലും ഇടപെട്ടുകൊണ്ടിട്ട് മുടക്കിയാൽ മുടങ്ങുകയോ അങ്ങനത്തെ ഒരു സംഭവം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലോ ഇല്ലതാനും. അങ്ങനെ ആരും ഇടപെടാറില്ല. അതൊരു മാന്യതയല്ലല്ലോ. ആരും സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിന് ആരെങ്കിലും അതിൻ്റെ എതിരിൽ ഇടപെടുക അങ്ങനത്തെ സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തെറ്റ് പറ്റിയത് മാത്രം. അങ്ങനെ ആരും ഞങ്ങളറിയില്ല. അങ്ങനെ ആരെയും പറഞ്ഞത് ലീഗ് നേതാക്കന്മാർ അങ്ങനെ ആരെങ്കിലും ഞങ്ങൾ മുടക്കി എന്ന് പറഞ്ഞത് ഞങ്ങളറിയില്ല. അല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പങ്കെടുക്കേണ്ടതാണെന്ന് തോന്നുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. ഞങ്ങളന്ന് പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് ഒരു മെമ്മോറണ്ടം കൊടുക്കാണ്ടായിരുന്നു, നിവേദനം കൊടുക്കാണ്ടായിരുന്നു. അവിടുന്ന് നമ്മളോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നിവേദനം തരാനുണ്ടോയെന്ന്. നിവേദനം തരാനുണ്ടായിരുന്നു. അത് അലിക്കുട്ടി മുസ്ലിയാർക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ മാനേജറെയും നമ്മളെ അഡ്വക്കേറ്റിനെയും പറഞ്ഞയച്ചു. അവരത് കൊണ്ടുപോയി കൊടുത്തു, പോവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. തങ്ങൾ ഉണ്ട്, വൈസ് പ്രസിഡന്റാണ്. ലീഗ് സംസ്ഥയും തമ്മിലുള്ള ഒരു ആ തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം കൂടി അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ വരുന്നൊരു ചോദ്യം അത് മുമ്പേനുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും ഇപ്പോൾ സംസ്ഥാന സർക്കാർ LDF ആണ് ഭരിക്കുന്നത്. അപ്പൊ അവര് വിളിക്കുന്ന പരിപാടികളിൽ സംസ്ഥ പങ്കെടുക്കുന്നത് ശരിയാണോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ സംസ്ഥയ്ക്ക് ഒരു നിലപാടുണ്ടോ ഈ ലീഗ് പരിപാടികൾ? ഇല്ല, ഞങ്ങൾ ആര് വിളിക്കണ യോഗങ്ങളിലും അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പങ്കെടുക്കാൻ പറ്റിയതാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കും. പ്രത്യേകിച്ച് ഭരണകർത്താക്കന്മാരൊക്കെ വിളിക്കുന്ന യോഗങ്ങളാവുമ്പോൾ അത് ആ ഭരണകർത്താക്കന്മാരെ മാനിച്ചുകൊണ്ട് എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് സമസ്തയോട് ബന്ധപ്പെട്ട സമസ്തൻ്റെ പോഷക സംഘടനകളോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഭരണകർത്താക്കന്മാരെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഞങ്ങൾ പോകാറുണ്ട്. അതിനൊന്നും ആരും വിലക്കാൻ പാടുള്ളതുമല്ല. അത് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ട് ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ടാവാം. സമസ്തരെ പലരും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഞങ്ങൾക്കറിയില്ല. അത് അങ്ങനെ ഞങ്ങൾ ആരെ പറ്റി മനസ്സിലാക്കണില്ല. രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ ഉപയോഗിക്കാനാണ് അതിൽ ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കണതെന്നോ ഞങ്ങളെ വിളിക്കണമെന്നൊന്നും ഞങ്ങൾ മനസ്സിലാക്കണില്ല. അത് ആർക്കും എന്തെല്ലാം താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയൂലല്ലോ. അത് നിങ്ങൾ അവരോട് ചോദിക്കണം. നിങ്ങളിങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ആളുകളെ വിളിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണോ? അത് എല്ലാ രാഷ്ട്രീയക്കാരോടും കൂടെ ചോദിക്കുക. ഞങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ വളരെ നിഷ്കളങ്കരായ ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൻ്റെ അപ്പുറം വേറൊന്നുണ്ടെന്ന് ഞങ്ങൾ ചിന്തിക്കലില്ല. ഞങ്ങൾക്ക് നല്ലതായി തോന്നുന്നതിന് ഞങ്ങൾ പോകും. ഈ കാണുന്ന മുഷാവറ അംഗങ്ങളൊക്കെ കൂടി ആലോചിച്ച് വേണ്ടതുപോലെ അതിനെപ്പറ്റി തീരുമാനിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മുസ്ലിം ലീഗ് ഏറ്റോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റോ എന്തെങ്കിലും നിലക്കുള്ള ഒരു അപസ്വരോ എന്തെങ്കിലും നിലക്കുള്ള ഒരു എതിർപ്പൊന്നുമില്ല. പഴയ കാലത്ത് തന്നെ നടന്നു പോരുന്ന ഞങ്ങളൊരു ബന്ധമുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെയാണുള്ളത്. മനസ്സിലായില്ലേ? ഒരു നിലക്കുള്ളതായ ഒരു എതിർപ്പോ എന്തെങ്കിലും ഒരു കറുപ്പോ എന്തെങ്കിലും ഒരു വിരോധമോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ
മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് ഇതളി ശിഹാബ് മൂപ്പര് ഇവിടെ ഇരിക്കൂലല്ലോ, അല്ലെങ്കിൽ മൂപ്പര് ഇരിക്കുന്നിടത്ത് ഞങ്ങളും ഇരിക്കൂല. അങ്ങനത്തെ ഒന്നും ഇല്ല, ഉണ്ടാവൂലേന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് സമസ്ത വിലയിരുത്തുന്നത്? അതിപ്പോ ഞങ്ങളിപ്പോ സംസ്ഥാന സർക്കാരിനെ നിരൂപിക്കണ ഒരു യോഗമല്ലല്ലോ ഇത്. ഞങ്ങൾ അത് ഇവിടുത്തെ ഈ സർക്കാർ എന്നല്ല, എല്ലാ സർക്കാരുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഒരു വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ അവർക്കൊക്കെ ചെയ്തു തരാൻ അങ്ങനെ ഇപ്പോൾ UDF ഗവൺമെൻറ് പല ഗുണങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എന്നതുപോലെ ഈ സർക്കാരും ചിലതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടാവും. അത് ഒരു സർക്കാരായി ഇവിടെ വന്നാൽ ഏത് സർക്കാരാണെങ്കിലും അവർ ഭരിക്കണ രാജ്യത്തുള്ളതായ ഒരു ബഹുഭൂരിപക്ഷം ഒരു സാമുദായിക സംഘടന അവർ പരിഗണിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല ഒരു സർക്കാരിനും. അത് എല്ലാ സർക്കാരുകളും അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങൾ പഴയ കാലത്ത് സ്വീകരിച്ചു പോരുന്ന ഒരു നയമുണ്ട്, ആ നയം തന്നെ ഒന്നുണ്ട്. ഞങ്ങളിൽ നിന്നുള്ള പലർക്കും പല ജാതി രാഷ്ട്രീയ സമീപനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടെ നടക്കലല്ല, രാഷ്ട്രീയം ഉണ്ടാക്കലുമല്ല. ഞങ്ങൾ വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് അതിനുവേണ്ടി സഹകരിക്കണ സഹായം ചെയ്തു തരുന്ന എല്ലാവരോടും നമ്മൾക്ക് നല്ല സമീപനമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ അതിനിടയിൽ സംസ്ഥയുടെ നേതാക്കൾ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ വന്നു. അതിനൊരു അധ്യക്ഷൻ തന്നെ ഒരു നിലപാട് പറയുന്നതാണ്. അധ്യക്ഷൻ പറഞ്ഞ നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പറഞ്ഞ ആൾ ഉമർ ഫൈസിയാണ്. അയാളോ ഇതിന് തിരുത്തി പറഞ്ഞല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ പറഞ്ഞ ആ അഭിപ്രായം തന്നെ അയാൾക്കുള്ളത്. ഇവിടെ വെൽഫെയർ ലീഗുമായിട്ടുള്ള പാർട്ടിയായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയാണ് അയാൾ പറഞ്ഞത്. അത് അയാൾ ചിലപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമായിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ട് എന്താവുക, കൂട്ടുകൂടാ, സഖ്യം ഉണ്ടാക്കാം, മുന്നണി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇത് ഞങ്ങളോടല്ല വന്ന് ചോദിക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ കക്ഷികളോടാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ആരേറ്റെങ്കിലും സഖ്യം ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം ചെയ്തു, മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം ചെയ്തു, അത് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കുക, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കുക, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കുക. ഞങ്ങൾ ആ വിഷയത്തിനെ പറ്റി ഞങ്ങൾ അജ്ഞരാണ്. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല. ഞങ്ങൾ രാഷ്ട്രീയം പഠിച്ചെടുക്കല്ല ഇവിടെ. അപ്പോൾ ഞങ്ങളതിനെപ്പറ്റി മറുപടി, അപ്പോൾ ആരായിട്ട് സഖ്യം ഉണ്ടായാലും അത് ഞാൻ മുമ്പ് പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ നേട്ടവും കോട്ടമൊക്കെ ആ സഖ്യം ഉണ്ടാക്കി വരും. ഇപ്പോൾ ഞാൻ മുമ്പ് തന്നെ പല രസമായിട്ട് പറയുന്നുണ്ട്, ജോസ് കെ മാണി LDF വന്നു, അത് നിങ്ങളാരെയും വന്ന് ചോദിച്ചില്ല, ചോദിച്ചിട്ടില്ലല്ലോ. എന്നതുപോലെ തന്നെ ആർക്കും ആരായിട്ടും കൂടാ. ഒരിക്കലും അത് ഞങ്ങൾ ഇടപെടാൻ പാടില്ലല്ലോ. ഒന്നും ഇടപെടലില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്താ പറ്റി സംശയം? അത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ? അതാ ചോദ്യം. ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞോ? അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞോ? അല്ലെങ്കിൽ MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞോ? ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്, മൂപ്പര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ്, മൂപ്പര് അതിൻ്റെ ട്രഷററാണ്. ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആരെങ്കിലും കുട്ടികൾ അങ്ങനെ തന്നെ അവർ പലതും പറയും. ഇപ്പോൾ നിങ്ങൾ പത്രക്കാരത്തെല്ലാം പറയണേ എന്നാ പോലെ ബന്ധമാണ്. ബന്ധമില്ലാന്നോ? അങ്ങനെയൊന്നും ആരും പറയുക, അങ്ങനെ ഇല്ല, അതില്ല. അത് ഇല്ല. ലീഗ് അവരെ ആളുകളെ അവരെ നിയന്ത്രിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളെ സമസ്ത നിയന്ത്രിക്കും. കണ്ടില്ലേ, ഉമർ ഫൈസി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ സമസ്തന്റെ തീരുമാനമല്ല. അത് സമസ്തന്റെ തീരുമാനം. ഞങ്ങളങ്ങനെ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. മതപരമായ കാര്യങ്ങളിൽ മുസ്ലിം ലീഗിന് ചില കാര്യങ്ങൾ ചിലപ്പോ ആവശ്യമായി വന്നാൽ സമസ്തയുമായിട്ട് കൂടി ആലോചിക്കും. അതാണ് അത് ആ ഒരു വലിയ സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് പഴയ കാലം മുതൽക്ക് നടന്നു പോന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ്. സമസ്തന്റെ അല്ലാന്നല്ല, ഉമർ ഫൈസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അയാളെ വ്യക്തിപരമായ നിലപാടാണ്. അത് സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഉമർ ഫൈസിനെ നമ്മളെന്തായിട്ടില്ല, അധികാരപ്പെടുത്തിയിട്ടില്ല. ഏത് ആവശ്യത്തിൽ മൂപ്പർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാവാമല്ലോ. ആ അഭിപ്രായം മൂപ്പര് പറഞ്ഞു. നിങ്ങളാണ് സമസ്തൻ്റെ എഴുതിയത്, ആര് ചാനലേരും പത്രക്കാരൊക്കെ. ഉമർ ഫൈസി സമസ്തൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞിട്ടില്ലല്ലോ.
സംസ്ഥയുടെ തീരുമാനമല്ലാത്തൊരു നിലപാട് പറഞ്ഞതിന് എന്ത് നടപടി അങ്ങനെ എന്തെങ്കിലും സംസ്ഥാനം അങ്ങനെ ഞങ്ങൾ ആരും നടപടി എടുക്കുക, അത് നടപടി എടുക്കേണ്ട സംഗതിയല്ലല്ലോ. അയാൾ അങ്ങനെ ഒരു സംഗതി പറഞ്ഞാൽ നടപടി എടുക്കേണ്ട, ഞങ്ങൾ ഒരു വലിയ നേതാവല്ലേ ഉമർ ഫൈസി, അത് നടപടി എടുക്കേണ്ട സംഗതിയാണ്. അയാളോട് നമ്മൾ കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ അങ്ങനെ പലരും പറയും, അങ്ങനെ പലരെ പറ്റി നടപടി എടുക്കണമെന്ന് പറയും. ഞങ്ങൾ സമസ്തയുള്ള ജമിയത്തുലമയുടെ നേതൃത്വം തന്നെ ഇത്ര അവിവേകമുള്ള നേതൃത്വമല്ലല്ലോ, വളരെ വിവേകമുള്ള നേതൃത്വമാണ്. വളരെ ആലോചിച്ച് ഞങ്ങൾ ഓരോന്നും തീരുമാനിക്കാറുണ്ട്. ഇനിയപ്പോ ഇത്തരം കാര്യങ്ങളിലേക്ക് അഭിപ്രായം അധ്യക്ഷന്റേത് മാത്രമായിരിക്കും. അധ്യക്ഷരോ സെക്രട്ടറിയോ പറയും, അതാണ് സമസ്തന്റെ അഭിപ്രായം. ഈ മൈനാജി എന്ന് പറഞ്ഞത് ലീഗ് നേതാവ് മാത്രമല്ല, സംസ്ഥയിൽ വിദ്യാഭ്യാസ ബോർഡിലൊക്കെ ഓക്കെ ഉണ്ട്, ഉണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ സംസ്ഥയെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിബന്ധനകൾ വെക്കുന്നത് അങ്ങനെ മായനാജി നിയന്ത്രിക്കൂല സമസ്ത, ഉണ്ടായിട്ട് ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഞാൻ പറഞ്ഞു മായനാജി എങ്ങനെ സമസ്തനെ നിയന്ത്രിക്കുക? മായനാജി എന്നല്ല, ആരും നിയന്ത്രിക്കൂല. അല്ല, അങ്ങനെയാണ് അദ്ദേഹം ലീഗിന്റെ വലിയ നേതാവാണ് തങ്ങള് വരെ സമസ്തനെ അത് ഇതിൽ നിന്നും കൊണ്ടിട്ട് സമസ്തനെ കൂടിയിരുന്നും കൊണ്ടുള്ള ഒരു തീരുമാനമേ പറയുള്ളൂ. അല്ലാതെ ഒരു ആജ്ഞയോ സമസ്തനോട് ബന്ധപ്പെട്ട ഒന്നിൽ അതൊരു നിർബന്ധമായ ഒരു എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു യന്ത്രോ അതൊന്നും ഞങ്ങളാരും തമ്മിൽ അങ്ങനെ ഉണ്ടാവാറില്ല, നടത്താറില്ല. സംസ്ഥ പൂർണ്ണമായി സ്വതന്ത്രമായ ഒരു സംഘടനയാണ്. അല്ല, അതൊക്കെ വളരെ വ്യക്തമല്ലേ. അതിൻ്റെ ഭരണഘടന വ്യക്തമാണ്. മുസ്ലിം ലീഗിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ഭരണഘടന വളരെ വ്യക്തമല്ലേ. അതൊക്കെ സ്വതന്ത്രമായ സംഘടനയാണെന്നുള്ള എന്താ സംശയമുള്ളത്? എല്ലാ സംഘടനയും അങ്ങനെ തന്നെയാണ്. പക്ഷെ പരസ്പര ബഹുമാനങ്ങളുണ്ടാവും. ആ ബഹുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും ഏറ്റവും പഴയ കാലം മുതലേ സമസ്ത കേരള ജമിയത്തുലമക്കും അതിന് നേതാക്കന്മാർക്കും വലിയ ബന്ധമുണ്ട്. ഈ ചാനൽ ചർച്ചയിലൂടെ നിങ്ങളും സമസ്തയും അല്ല, ഇതും കഴിഞ്ഞു. ഇത് ഇനിയൊന്നും ഈ മതപരമായ കാര്യങ്ങളിൽ ലീഗ് ചില ഉപദേശങ്ങൾ തേടാറുണ്ടെന്ന് പറയും. ഈ വെൽഫെയർ പാർട്ടി വിഷയമൊക്കെ വന്നത് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി അത് മതപരമായ കാര്യം എന്നുള്ളവർക്കല്ല, അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സഖ്യം എന്നുള്ളവർക്കാണ്. അത് അവർക്ക് തീരുമാനിക്കുക. അത് ഞങ്ങളല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത്. വെൽഫെയർ പാർട്ടി മത സംഘടന എന്നുള്ള നിലക്കാണ് അവർ രാഷ്ട്രീയങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ ഭരണഘടന അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള സഖ്യത്തിനെ പറ്റിയല്ല ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ലീഗ് സഖ്യം ചെയ്യാന്ന് ചോദിച്ചിട്ടാണെങ്കിൽ അത് അല്ല, അതല്ല, അത് നമ്മളോട് ചോദിച്ചിട്ടില്ല എന്നല്ല, നമ്മളോട് ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യത്തിനെ പറ്റിയല്ല, വെൽഫെയർ പാർട്ടിയായിട്ടുള്ള സഖ്യം. അത് വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എങ്ങനെ സഖ്യം ചെയ്യണം അത് അവർ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. ആർക്കും അത് അവരെ വോട്ടും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ പാർട്ടിയും അതിൻ്റെ നന്മ മനസ്സിലാക്കിയിട്ടുള്ള സഖ്യങ്ങളുണ്ടാവും. അല്ല, അത് അത് വേറൊന്ന്, ഇത് ഉണ്ട് എന്നുള്ള നിലക്കുള്ള ചോദ്യമല്ല ചോദിക്കണത്, അതിനാണ് മറുപടി. മൊത്തത്തിൽ ലീഗും സമസ്തയായിട്ടുള്ള അകൽച്ചയുണ്ട് എന്നുള്ള ധാരണ ഇല്ല. അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞതല്ലോ. ഇനി എന്താ ചോദിക്കാനുള്ളത്? കഴിഞ്ഞില്ലേ? മതിയില്ലേ? waytonikah.com, the exclusive Muslim matrimonial site.